നമ്മളിത് ഡെറാഡൂണിലെത്തി. നമ്മളെ സ്റ്റേ പ്ലേസിൽ നിന്ന് ഒരു പകൽ ഡ്രൈവിന് വേണ്ടി ഇറങ്ങുക കേട്ടോ. അപ്പൊ ഡെറാഡൂണിലാണ് നമ്മൾ റൂം എടുത്ത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള മുസോറിയിലേക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് 1.5 മണിക്കൂറാണ് മുസോറിയിലേക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് നമുക്കൊരു ഡേ ഡ്രൈവ് പോലെ നമുക്കൊന്ന് മുസോറി പോയി മുസോറി എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട്, നമുക്ക് അങ്ങനെ അറിയുന്നത് IAS IPS ട്രെയിനിങ് നടക്കുന്ന സ്ഥലം മുസോറി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അതല്ലാണ്ട് മുസോറിയിൽ എന്തൊക്കെയാണ്, സിറ്റി എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ കാണാനുണ്ട് മൊത്തം കണ്ടിട്ടില്ലെങ്കിലും ഒരു പകൽ ഡ്രൈവിനൊക്കെ നമുക്ക് ഡെറാഡൂണിൽ നിന്നുകൊണ്ട് പോയി വരാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മുസോറി. അതേപോലെ ആയിരിക്കും മുസോറിയിൽ വരുന്നവർ ഡെറാഡൂണിലേക്കും വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളിതാ ഇപ്പൊ നമ്മുടെ ട്രാവൽ ഇന്ന് ഇപ്പൊ മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗാഡിയിൽ. അപ്പോൾ ഒരു ഡേ ഡ്രൈവിന് റെഡി ആയിക്കോളും. ഓക്കെ, ഇന്നത്തെ ഈ മുസോറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാട്ട് യു തിങ്ക്. ഞാൻ അപർണ. ക്രിസ്റ്റയുടെ പവർ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാറ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് സ്പീഡിൽ വേഗമെത്താനുള്ള ഒരു പോക്കാണ് പോകുന്നത്. സേഫ് ഡ്രൈവിങ്, അല്ലാതെ അപകടകരമായ ഓവർടേക്ക് ഒന്നും ചെയ്യില്ല. വളവില് ഇടവിട്ട് ലൈൻ ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ ഉണ്ടെങ്കിലോ യെല്ലോ ലൈൻ ഉണ്ടെങ്കിലോ ഓവർടേക്ക് ചെയ്യില്ല. അതുകൂടാതെ നമ്മൾ മറ്റുള്ളവരെ പേടിപ്പിച്ച് ഓവർടേക്ക് കണ്ട ഒരു സിമ്പിൾ ഓവർടേക്ക് കാണിച്ചു ഇങ്ങനത്തെ സാധാരണ ഓവർടേക്കിങ്ങേ ചെയ്യുള്ളൂ. പക്ഷേ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ പവർ മോഡിൽ ഇത് 2.8 ലിറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഡെലിവർ ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് വന്ന പവറാണ് ഇന്നോവ ക്രിസ്റ്റ. സാധാരണ എല്ലാവരും വളരെ കാമായിട്ട് ഓടിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. എന്നാൽ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഇങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്. വളരെ പവർഫുൾ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈവൻ വണ്ടി നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് ബലമായി പിടിക്കണം, കാരണം അത്രയും പവറാണ് ഈ പവർ മോഡിൽ ഡെലിവർ ചെയ്യാം. ഓക്കെ, Singh Sikka. From nice. Delhi? I am from Delhi, yeah. Allowed to see the two young persons who have started their journey from Kerala. Okay. And ma'am, your name? Aparna Ajmal from Delhi. So आप लोग ये डेराडून मुसोरी ट्रिप में है? Yes, we are on trip. Okay. But we are husband and wife. We are also. You are also. Yes. You both go together, we both separately. We keep distance of 10 meters from me. Then she can walk briskly. Otherwise, she feels I'm not feeling well. We are just like two banks of the river. We move together, but not meet. so he is giving great life lessons. Life lessons. Obviously. The river, they flow together. Yeah. But if you don't meet together, it's fine. You may have different feeling. Yeah. I wish you all Both the very conditions best. are fine. Yes. Both conditions. Yeah. Everything is fine. Everything is fine. That's Enjoy every moment. Yeah. Oh. Take every moment of your life, the last moment of life, and enjoy it. yes. Yeah. Do your best. Do your best. Yes. Leave the rest. Yes. Ready for the worst, and worst never comes in the life. Yeah. And you should all follow this. Thank you. Yeah, thank you. Nice to meet Bye-bye. you. Take Bye care. bye. ഓക്കെ, അപ്പം നമുക്കൊരു നല്ല ലെസൺ കിട്ടിയില്ല. ഇതേപോലെ ഓരോരുത്തർ മീറ്റ് ചെയ്യുമ്പോൾ അവരവർ നമുക്ക് കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. കതച്ച് നിൽക്കരുത്. അപ്പോൾ അവരൊന്ന് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ കതച്ച് നിൽക്കുന്നത്, ഈ ഏജിൽ നടക്കണ്ടതല്ലേ? ഞാൻ പറഞ്ഞു കാറ് കുറേ പോകുന്നുണ്ട്, നമുക്ക് മാത്രം എവിടെ അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു പറയാണ്. അങ്ങനെയാണ്
പിന്നെ ബാക്കി തത്വങ്ങളൊക്കെ പറഞ്ഞു. അതെ അതെ, തത്വങ്ങളൊക്കെ പറഞ്ഞു. നോർമൽ മാൻ ആവുന്നതാണ് നല്ലത്. നമുക്ക് എവിടെയും പോയി ചായ കുടിക്കുക, എവിടെയും മിങ്കിൾ ചെയ്യുക. അതുകൊണ്ട് ബി എ നോർമൽ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ ഉപദേശമൊക്കെ കിട്ടിയേ. അപ്പം നമ്മളിതാ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ, ഗൈറോകോപ്റ്റർ, ഹോട്ട് എയർ ബലൂൺ ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ airsafari.com ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യാം. ഹിമാലയൻ റേഞ്ചസ് ഫുൾ കറങ്ങാൻ പറ്റും. ദേ ആ ടോപ്പ് പോയിന്റ് ആണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ്. നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്, കണ്ടില്ലേ? ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ കുറച്ചും കൂടെ അടുത്തായിട്ടോ നമ്മളെ പോയിന്റ്. ഇനി ഇതാ കാണുന്ന സ്റ്റെപ്സും കൂടെ അങ്ങോട്ട് കയറിയാൽ മതി. എപ്പോഴും ട്രക്കിങ്ങിലേ താഴെ നിന്ന് നോക്കുമ്പോൾ അവിടെ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. എപ്പോഴും അങ്ങനെ പറയുകയും ചെയ്യും. എന്നാൽ ഇവിടെ എത്തുമ്പോൾ പിന്നെ ഭയങ്കര, അതായത് പോയേ പറ്റുമായിരുന്നു, ഭയങ്കര സംഭവമാണ്. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന് ഇത്ര അധ്വാനിച്ചല്ലേ, സ്വയം സമാധാനിക്കുകയാണ്. പിന്നെ രണ്ടാമത് റിയലായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര വ്യൂ ആയിരിക്കും. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. ഉയരം കൂടുന്തോറും അല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും സ്പെഷ്യൽ. ഒന്നില്ലെങ്കിൽ ഒരു വാട്ടർഫാൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു വാലി കാണാനുണ്ടാവും, സ്റ്റീപ്പിൽ നിന്നൊരു താഴെ ഒരു വാലി കാണാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത 360 ഡിഗ്രി വ്യൂ ആണ്. ഇതിനും മുകളിൽ വേറെ മലയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ വേറെ തടസ്സങ്ങളില്ല. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമല്ല, അത് കുറച്ചുകൂടെ മുകളിലേക്ക് എത്തണം, എത്തിക്കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു വൈബ് എന്താ വെച്ചാൽ നമ്മളെത്തും. അങ്ങനെയാണ് ട്രക്കിങ്ങിൻ്റെ ഒരു രീതി. ഈ ട്രക്കിങ്ങിൽ കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് താഴെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 900 മീറ്റർ ട്രക്കാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണ്ടോ, ആ പോയിന്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അടിച്ചിലൂടെയാണ്. കൈവരിയില്ല, കണ്ടില്ലേ? ഇങ്ങനെയാണ് ട്രക്കിംഗ് പോയിന്റ്. ചില സ്ഥലത്ത് വിടുത്ത് കുറവാണ്, ഇതേപോലത്തെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി ചെയ്യരുതെന്ന്. അതായത് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് എവിടെയും സ്റ്റോപ്പ് ചെയ്യരുത്, സെൽഫി എടുക്കരുത്, ഒന്നും ചെയ്യരുത്. മറ്റ് ട്രക്ക് ചെയ്യുന്നവരുടെ പാതയിൽ കൂടെ മാത്രം പോവുക. ഇതേപോലെ മല കയറി ഷോർട്ട് കട്ട് അടിക്കരുത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ കണ്ടോ ഫ്ലാറ്റ് ഏരിയ നോക്കി സേഫായിട്ട് പിടിച്ച് നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നടന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അത്ര സ്റ്റീപ്പ് ആയതുകൊണ്ട് നമ്മളൊന്ന് താഴെ പോയാലും ഡിം. പക്ഷേ ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ കെയർഫുൾ ആവണം എല്ലാ ട്രക്കിങ്ങിലും. ഇതിൽ പ്രത്യേകിച്ചൊന്നും അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ റൂട്ടിൽ കയറി മേലോട്ട് പോവാം കേട്ടോ. അജ്മൽ ഔട്ട് ഓഫ് ദ വേ ഈ വഴി അതാ കയറി പോകുന്ന, തല കുത്തിയൊക്കെയാണ് കയറി പോകുന്നത്. റൈറ്റ് സൈഡ് പിടിച്ചോ, അങ്ങോട്ട് വീഴല്ലേ. ഒന്നും പറയാൻ പറ്റൂല. ദൂക്ക് പോകുന്നേ, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വഴി കൂടെ പോകരുത്. ഇതെന്താ അറിയാം സംഭവം, ബ്രേക്ക് ദ റൂൾസ് എന്നും പാടി പോവുക. എൻ്റെ പൊന്നോ, ഏത് വഴി കൂടെ പോകുന്നേ? എത്താറായില്ലേ? കൈവിടണ്ട, താഴെ കൈ കുത്തിയിട്ട് തന്നെ പൊക്കോ. ഇതിപ്പം മുട്ടുത്തിയിട്ടാ കയറുന്നേ. ഹെൽപ്പ് ചെയ്യാൻ മറ്റേ ആൾക്കാര്, മറ്റേ മച്ചാന്മാരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഡൽഹിക്കാർ. നമ്മൾ നല്ല മര്യാദപൂർവ്വമായിട്ടുള്ള ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ. പോയി നോക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഗോപ്രോ കയ്യിലുള്ളതുകൊണ്ട് എല്ലാം കൂടെ പിടിച്ച് ഞാനോ ഗോപ്രോ ഏതെങ്കിലും ഒന്ന് താഴെത്തും. സോ ഞാൻ കുറച്ച് ചുറ്റാലും വേണ്ടില്ല ഈ വഴി പോകാൻ തീരുമാനിച്ചു. കണ്ടോ, എഡ്ജില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ, ഇതാണ് വഴി. ഓഹോ. ഓക്കെ, നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഒരു ഉച്ചി, നമ്മുടെ മലേൻ്റെ ഏറ്റവും ഉച്ചി സ്ഥാനം എന്ന് പറയുന്നത്. ഇത് അതിലും കുറച്ചുകൂടെ വലിയ പോയിൻ്റാണേ. പീക്ക്. അങ്ങനെ അജ്മൽ പീക്കസ്റ്റ് പോയിന്റ്, ജോർജ് എവറസ്റ്റിൻ്റെ പീക്ക് പോയിന്റിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ ആൾക്കാരുണ്ട് കണ്ടോ.
കൊടി ഇവിടെ പറക്കണം. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം മുകളിലെത്തിയത്. യെസ്, ഹയസ്റ്റ് പോയിന്റിൽ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ജോർജ് എവറസ്റ്റിന്റെ ടോപ്പ് പോയിന്റിലെത്തി. ഇവിടെ ഫുൾ കാഴ്ച കണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ നേരെ താഴോട്ട് പോട്ടോ. ഇതിപ്പോ നമ്മളിതാ വളരെ വിജയകരമായി നമ്മളിതാ അതിന്റെ മുകളിൽ കയറി ഇതാ ഇപ്പൊ ഇറങ്ങി. അജ്മൽ അടിപൊളി. ഇതാ കണ്ടോ, ആഹാ, നമ്മൾ സിക്കിമിലൊക്കെ സ്ഥിരം നോർത്ത് ഈസ്റ്റ് കാണുന്ന അതേ ഫ്ലാഗ് കേട്ടോ. കണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ അറിയോ. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്ന എയർ സഫാരിന്റെ പിന്നാമ്പുറത്തെ കൈകൾ ഇതാ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യനാണ്, മലയാളിയാണ്. ഇതൊരു വലിയ പരിപാടിയാട്ടോ ഇവരെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ മിനിസ്റ്ററാണ്, ഇവിടുത്തെ ടൂറിസം മിനിസ്റ്ററാണ് ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അപ്പോൾ അറിയാലോ, നമ്മളെല്ലാവരും ഇവിടെ വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ട് ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് ഇന്നാണ് തുടക്കം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇത് അവൈൽ ചെയ്യാം കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി നാട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി. ഹേ, നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ ഇവിടെ ഒരു മലയാളികളുടെ സാന്നിധ്യം നമ്മൾ മണത്തറിഞ്ഞു. ഇത് കണ്ടോ, നമ്മൾ ഇതിലെന്താ എഴുതിയത്? ഹലോ ബ്രോ, ഓൾ മല്ലു. നമ്മളെ വണ്ടിയിൽ എഴുതി വെച്ച് പോയിരിക്കുകയാണേ, വിത്ത് എ പൂ. ഇതെവിടെ എഴുതിയിട്ടുണ്ട് കാണാം മലയാളത്തിൽ. ഇതാ കണ്ടോ, നമുക്കൊരു പൂവും വെച്ചിട്ടാണ് പോയത്. നമുക്ക് മലയാളികളെ കാണാൻ പറ്റിയില്ല, ബട്ട് അഗെയിൻ നമുക്കൊരു പൂ റിസീവ് ചെയ്തതായി അറിയിക്കുന്നു. അപ്പോൾ ഇതാ നിങ്ങളിതിപ്പോൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ പൂ വളരെ സേഫ് ആയിട്ട് ഞങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്നു. സൂപ്പർ, താങ്ക് യു. കാണാൻ പറ്റിയില്ല, പക്ഷേ ഓക്കെ, എന്തായാലും ഈ പൂ ഞങ്ങൾ റിസീവ് ചെയ്തു കേട്ടോ. മുസോറിയിലെ ഫേമസ് മാൾ റോഡ്. ഇവിടെ ഇപ്പോൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ, ട്രാഫിക് തിരക്കാണ്. പക്ഷേ കുറച്ചും കൂടെ രാത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ ഫ്രീ ആണ്, വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ പോലീസ് വന്ന് വണ്ടികൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അജ്മലിന് ഇറങ്ങാൻ പറ്റിയില്ല, നമുക്ക് പാർക്കിങ്ങും കിട്ടിയില്ല. അപ്പം ഞാനിതാ ഇപ്പോൾ ഈ മുസോറീൻ്റെ ഒരു വൈബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളുടെ മുസോറിയിൽ കാണാനുള്ളത്. പിന്നെ കുറേ ഇങ്ങനത്തെ റിക്ഷാസ് ഉണ്ട് നമുക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്. കണ്ടോ, ഈ കാണുന്ന ക്യൂ കണ്ടില്ലേ, ഇത്ര തന്നെ ക്യൂ ആണ് തിരിച്ചും. അപ്പം നമ്മളെ ഗാഡി എവിടെയോ ആണുള്ളത്, അതിനി വരണം. കണ്ടില്ലേ, ഇതാണ് മുസോറി, ഒരു ഹിൽ സ്റ്റേഷനാണ്. ദേ അവിടുന്നേ വരുന്ന കുറേ ചുരം റോഡുകളാണ്. ഒരു ഈവനിങ് ബ്യൂട്ടി ഓഫ് മുസോറിയാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് വൈബാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം, നല്ല ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, ഇഷ്ടമാതിരി ഫുഡിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. ട്രാഫിക് മാത്രം പ്രശ്നം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ റിക്ഷക്കാരുണ്ട് ഇഷ്ടമാതിരി. ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ റിക്ഷയിൽ നടന്നാൽ മതി. പിന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലെ നിൽക്കാനുള്ള സ്ഥലവും പിന്നെ താഴത്തെ റോഡിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസും ഉണ്ട് കേട്ടോ. ഇതേ നമ്മളെ വണ്ടി ആ ബ്ലോക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ സ്റ്റെയറിലൂടെ ഓടിച്ചെന്നാൽ നമ്മുടെ ഗാഡി പിടിക്കുക. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിലായി. എന്നിട്ടാണ് അജ്മൽ എത്തിയത്. കണ്ടോ, അജ്മൽ ആ ക്യൂവിൽ നിൽക്കുന്നു, നമ്മൾ അജ്മലിനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ സ്റ്റെപ്പ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്തെ റോഡിലേക്ക് എത്താം. കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പാർക്കിങ്ങിനുള്ളിൽ കൂടെ പോവുകയാണ്.